സുഗതൻ വന്നിട്ട് എന്താണ് ചെക്കന് ജോലി എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ സമാധാനം പറഞ്ഞോ, എൻ്റെ മുഖത്തേക്ക് നോക്കരുത്. അതെന്താന്ന് വെച്ചാൽ എന്താ ജോലി, എന്ത് ജോലി പറയും, എന്ത് പറയും? ഞാൻ ഇത് വേണ്ട വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞാണ് അവിടുന്ന് എന്നോട്. നീ 9 മണിക്ക് വരാന്ന് പറഞ്ഞല്ലേ, അതല്ലേ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത്. എനിക്കൊരു ഫംഗ്ഷന് പോകേണ്ടതാണ്. നീ വന്ന് കണ്ടിട്ട് അതൊക്കെ കണ്ടാലല്ലേ ഒരു റേറ്റ് പറയാൻ പറ്റൂ. അത് പറഞ്ഞിട്ട് വേണം നിനക്ക് ഈ പണി തരണോ വേണ്ടേ തീരുമാനിക്കാൻ. നീ എത്രയും പെട്ടെന്ന് കിട്ടുവാ, വന്നിട്ട് നമുക്ക് സംസാരിക്കാം. എന്നിട്ട് വേണം എനിക്ക് പോവാനേ. അതെ, നീ ഫോൺ കൂടെ പറഞ്ഞാൽ ശരിയാവില്ല. അവിടെ 2 ഗസ്റ്റ് വന്നിട്ടുണ്ട്. നീ നേരിട്ട് വാ, വെക്ക്, ഫോൺ വെക്ക്. എന്താ സത്യശീല, കുറെ കാലയില കണ്ടിട്ട്. അതെ 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 അതെ. അല്ല, എന്താ രണ്ടാളും കൂടി? ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. അല്ല, ഞങ്ങൾ ഇതുവഴി പോയപ്പോ ഒന്ന് കേറിയേ ഉള്ളൂ. ഓ, സന്തോഷം. അല്ല, ലതയും മോളും ഇവിടെ? ലതറ ചേച്ചിയുടെ മോന്റെ കല്യാണം. അപ്പൊ മോള് ലതയും കൂടി അങ്ങോട്ട് പോയിരിക്കാം. ശരിയായി. സത്യം പറഞ്ഞ ഞാനും അവരുടെ കൂടെ പോണ്ടതാ. അപ്പൊ നമ്മുടെ വീടൊക്കെ ഒന്ന് പെയിന്റ് അടിക്കാൻ വേണ്ടിട്ടേ ഒരു കോൺട്രാക്ടറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇതൊക്കെ വന്ന് നോക്കിയിട്ട് അങ്ങോട്ട് കരാർ ഉറപ്പിക്കാച്ചിട്ടാണ്. അത് വന്നു കഴിഞ്ഞാൽ ഞാനും പോവും. വീടിന് അത്ര പഴക്കൊന്നും ആയിട്ടില്ലല്ലോ. പുതിയ വീടല്ലേ, പക്ഷെ ഒരു വിശേഷം വരുമ്പോ നമ്മള് പെയിന്റ് ഒക്കെ അടിച്ചൊന്ന് കുട്ടപ്പനാക്കുമല്ലോ. എന്താ വിശേഷം? ചെറിയൊരു വിശേഷം ഉണ്ട്. അതിന്റെ കാര്യത്തിന് വേണ്ടിട്ടേ ഞാൻ സത്യശീലിന് വീട്ടിലൊന്ന് വന്ന് കാണാതിരിക്കായിരുന്നു. അതിനെന്താ ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നൂല്ലോ. അത് എന്താ അറിയോ, നിങ്ങളുടെ വീടിന്റെ അടുത്തേ ഈ സർക്കാർ ജോലിയുള്ള ഒരു പ്യാരിജാതല്ലേ, അറിയോ? ഓ, പിന്നെന്താ, അറിയല്ലോ അല്ലേ? ഓ, ആളെങ്ങനെയാ? ആള് കുഴപ്പമില്ല, നല്ല സ്വഭാവമാണ്. പിന്നെ ഇപ്പൊ സർക്കാർ ജോലിക്കൊക്കെ കിട്ടിയല്ലോ. സർക്കാർ ജോലി ഉണ്ട്, നല്ല സ്വഭാവമാണ്. പിന്നെ ഈ ചെറുപ്പക്കാരുടെ മാതിരി പിന്നെ മദ്യപാനം, പുകവലി അതൊന്നുമില്ല. ദുശ്ശീലങ്ങളൊന്നും ഇല്ലാത്ത കുട്ടിയാ. ഭാഗ്യം. ഇത് നന്നായി. എന്താണാവോ? അല്ല, മോൾക്ക് വേണ്ടിട്ടേ പ്യാരിജാതന്റെ ഒരു ആലോചന വന്നിട്ടുണ്ടേ. അല്ല, അതിപ്പം ഈ തെച്ചിക്കോട്ട് കുടുംബത്തിലേക്ക് ഒരു ആലോചനയായിട്ട് വരാൻ ആ കുട്ടിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാ ഞാൻ ആലോചിക്കണേ. ചേർന്ന കുടുംബത്തിലേക്കല്ലേ ഈ ആലോചനയൊക്കെ ആയിട്ട് വരേണ്ടത്, അല്ലേ സത്യേട്ടാ? മണ്ടോതിരം എന്താ ഈ പറയണത്? തറവാട്ടുമകത്തൊക്കെ കെട്ടിപ്പിടിച്ചിരുന്ന അന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുമോ? ഇന്നിപ്പോ ആരും പ്രതീക്ഷിക്കണ എന്താ? ഒരു സർക്കാർ ജോലിയാ. അതെ അതെ, അവനൊരു സർക്കാർ ജോലി ഉണ്ട്. പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, കാണാൻ സുന്ദരനാണ്, ദുർശീലങ്ങളൊന്നും ഇല്ലാന്ന്. ഇല്ല. മോളും BSc റാങ്ക് ലിസ്റ്റിലുണ്ട്. അവൾക്കും ഇപ്പൊ അടുത്ത് സർക്കാർ ജോലി കിട്ടും. രണ്ടാള് സർക്കാർ ജോലിയായിട്ട് അങ്ങോട്ട് ജീവിച്ചു പോട്ടേന്നേ. അല്ല, അപ്പം മോള് സമ്മതിച്ചോ? പിന്നെ സർക്കാർ ജോലിക്കാരന് കിട്ടിയ ആരാ വേണ്ടത് വെക്കുക? അല്ല, നമ്മുടെ ശീതളൊക്കെ എന്തായിരുന്നു? എന്നോടല്ല ചോദ്യം, എന്നോടാ. പറഞ്ഞോ.